Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ സെക്കൻഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് ഫ്രെയിംസ് വിത്ത് സ്വേ ബൈ യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സ്വേ വരുന്ന ഫ്രെയിംസിലെ അനാലിസിസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. So, ഈ പ്രോബ്ലം ഡിസ്കസ് ചെയ്യുന്നതിന് മുന്നേ ഫ്രെയിംസ് വിത്ത് സ്വേ അനാലിസിസ് യൂസിങ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് അനാലിസിസ് പ്രൊസീജിയർ നമുക്കൊന്ന് റിവൈസ് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഡിറ്റർമിൻ ദി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്. ഓരോ സ്പാനിലെയും എക്സ്റ്റേണൽ ലോഡിന് കറസ്പോണ്ടിങ് ആയി ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സെക്കൻഡ് സ്റ്റെപ്പ്, ഫോം ദി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ. എൻഡ് മൊമെന്റ്സിലെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഫ്രെയിംസ് വിത്ത് സ്വേ ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. സോ കോളംസിൽ സൈഡ് മൂവ്മെന്റ് ഉണ്ടാകുന്നുണ്ട്. സോ കോളത്തിലെ എൻഡ് മൊമെന്റ്സിന്റെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുമ്പോൾ ഡെൽറ്റ അൺനോൺ ആയിരിക്കും. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക. ദെൻ തേർഡ് സ്റ്റെപ്പ്, apply joint equilibrium equation. എത്ര unknowns ഉണ്ടോ അത്രയും number of joint equilibrium equations നമ്മൾ apply ചെയ്യേണ്ടതായിട്ട് വരും. ഫ്രെയിംസ് വിത്ത് സ്വേ വരുന്ന ഫ്രെയിംസിന്റെ കേസസിൽ എക്സ്ട്രാ ഒരു joint equilibrium equation കൂടെ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. സിഗ്മ h is equal to 0. Sum of horizontal forces is equal to 0. സപ്പോർട്ടിലെ horizontal force ഡിറ്റർമിൻ ചെയ്യാനായിട്ട് take moment about joint. Then joint equilibrium equation യൂസ് ചെയ്ത് unknowns calculate ചെയ്യുക, theta and delta. unknowns compute ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് സ്റ്റെപ്പ് ഫൈനൽ മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഫൈനൽ മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ then draw the bend moment diagram. Okay, so നമുക്ക് പ്രോബ്ലത്തിലോട്ട് കടക്കാം. Analyze the frame shown in figure by slope deflection method. Draw the bending moment diagram. So ഇവിടെ ഒരു ഫ്രെയിം നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് ഒരു ഫ്രെയിം അനലൈസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കിട്ടുവാണെങ്കിൽ ആദ്യമേ നിങ്ങൾ ആ ഫ്രെയിമിനെ ഒന്ന് നോക്കുക. ആ ഫ്രെയിമിൽ സ്വേയുടെ പോസിബിലിറ്റി ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, ശ്രദ്ധിക്കുക, ഇവിടെ നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫ്രെയിമിൽ രണ്ട് കോളത്തിന്റെയും ലെങ്ത് സെയിം ആണ്. സോ ഇത് സെയിം ജോമെട്രി ആണ്. പക്ഷെ ശ്രദ്ധിക്കുക, എ ബി എന്ന കോളത്തിൽ ഒരു ഹൊറിസോണ്ടൽ ലോഡ് ഉണ്ട്. ഇതേ ലോഡ് സി ഡി എന്ന കോളത്തിൽ വന്നിരുന്നുവെങ്കിൽ സിമെട്രിക് ലോഡിംഗ് ആയി ഫ്രെയിം വിത്തൗട്ട് സ്വേ ആയേനെ. പക്ഷെ ഇവിടെ എ ബി എന്ന കോളത്തിൽ മാത്രമേ ഹൊറിസോണ്ടൽ ലോഡ് ഉള്ളൂ. സോ ഇവിടെ അൺസിമെട്രിക് ലോഡിംഗ് അല്ലെങ്കിൽ കോളത്തിൽ ഹൊറിസോണ്ടൽ ലോഡിന്റെ പ്രസൻസ് ഉണ്ട്. സോ ഇത് ഫ്രെയിംസ് വിത്ത് സ്വേ ആണ്. ഓക്കെ, നമുക്ക് അനാലിസിസിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ്, ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേഷൻ. എ ബി എന്ന സ്പാനിൽ ലോഡ് ഉണ്ട്. എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആണ്. എക്സെൻട്രിക് പോയിന്റ് ലോഡ് ആണെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല നിങ്ങൾക്ക് അറിയാം. എം എഫ് എ ബി is equal to minus w a b square by l square. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാം. എം എഫ് ബി is equal to w b a square by l square. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാം. എം എഫ് ബി സി എന്ന സ്പാനിൽ സെൻട്രൽ പോയിന്റ് ലോഡ് ആണ്. സോ എം എഫ് ബി സി is equal to minus w l by 8. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാം. And MFCB is equal to WL by 8. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ സിംപ്ലിഫൈ ചെയ്യാം. സി ഡി എന്ന സ്പാനിൽ ലോഡ് ഒന്നും തന്നെ ഇല്ല. സോ MFCD is equal to MFDC is equal to 0. Then second step, slope deflection equation form ചെയ്യുക. First, MAB is equal to MFAB plus 2 EI by L into 2 theta A plus theta B minus 3 delta by L. MFAB compute ചെയ്ത് വെച്ചിട്ടുണ്ട്. theta A 0 ആണ്, since A is fixed. theta B unknown ആണ്. ഫ്രെയിം വിത്ത് സ്വേ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. സോ ഡെൽറ്റ അൺനോൺ ആണ്. ഓക്കെ, സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എം എ ബി. സിമിലർലി എം ബി എ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. യു വിൽ ഗെറ്റ് എം ബി എ is equal to 22.5 plus EI theta B minus 3 EI by 8 delta. Similarly, എം ബി സി സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഇക്വേഷൻ ഫോം ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. You will get MBC is equal to minus 60 plus 4EI by 3 into theta B plus 2EI by 3 into theta C. ശ്രദ്ധിക്കുക, ബീംസിലെ ഫ്രെയിമിലെ തന്നെ ബീമിലെ
end moment in the equation form ചെയ്യുമ്പോൾ delta 0 ആയിരിക്കും. Okay, കാരണം കോളത്തിനാണ് side movement ഉള്ളത്. So കോളത്തിലെ end moments ന് മാത്രമേ delta വരത്തുള്ളൂ. Similarly, MCB slope deflection equation form ചെയ്യുക. Simplify ചെയ്യുക. You will get MCB is equal to 60 plus 2EI by 3 theta B plus 4EI by 3 theta C. Then MCD slope deflection equation form ചെയ്യുക. MFCD plus 2EI by L into 2 theta C plus theta D minus 3 delta by L. MFCD 0 ആണ്. Theta C unknown ആണ്. Theta D 0 ആണ്. Since support D fixed ആണ്. Delta unknown ആണ്. അങ്ങനെ ഇട്ടിരിക്കുക. So values substitute ചെയ്യുക. Simplify ചെയ്യുക. You will get MCD is equal to EI theta C minus 3 EI by 8 delta. Similarly, MDC slope deflection equation form ചെയ്യുക. Simplify ചെയ്യുക. You will get MDC is equal to EI by 2 into theta C minus 3 EI by 8 into delta. Okay. So നമ്മൾ end moments ന്റെ slope deflection equation form ചെയ്ത് കഴിഞ്ഞു. ഇനി next step എന്ന് പറയുന്നത് apply joint equilibrium equation. First, joint equilibrium equations consider ചെയ്യുമ്പോൾ ഇവിടെ 3 unknowns ആണുള്ളത്, theta B, theta C and delta. So 3 joint equilibrium equations apply ചെയ്യണം. First joint equilibrium equation, sigma MB is equal to 0. B എന്ന joint ൽ meet ചെയ്യുന്ന members BA and BC. So MBA plus MBC will be equal to 0. MBA, MBC value already നമ്മൾ compute ചെയ്ത് വെച്ചിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get an equation 7EI by 3 theta B plus 2EI by 3 theta C minus 3EI by 8 delta is equal to 37.5. Put it as equation number 1. Similarly, next joint equilibrium equation sigma MC is equal to 0 apply ചെയ്യുക. C എന്ന joint ൽ meet ചെയ്യുന്ന members CB and CD. So MCB plus MCD will be equal to 0. MCB, MCD values already second step ൽ നമ്മൾ compute ചെയ്ത് വെച്ചിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get another equation 2EI by 3 theta B plus 7EI by 3 theta C minus 3EI by 8 delta is equal to minus 60. Put it as equation number 2. The next equilibrium equation, sway വരുന്ന കേസിൽ മൂന്നാമതൊരു equilibrium equation കൂടെ നമ്മൾ apply ചെയ്യുന്നുണ്ട്. Sigma H is equal to 0. So ഇവിടെ sum of horizontal forces എന്ന് പറയുന്നത് HA plus HD plus 40 is equal to 0. First HA compute ചെയ്യുക. HA എന്ന് പറയുന്നത് MAB plus MBA minus 40 into 1 by L ആണ്. അതായത് B എന്ന jointന് about ആയിട്ട് moment എടുക്കുമ്പോൾ നമുക്ക് HA കിട്ടും. HAയുടെ equationൽ MAB, MBA value substitute ചെയ്യുക, simplify ചെയ്യുക. You will get HA is equal to 3EI by 8 theta B minus 3EI by 16 delta minus 6.25. Similarly, HD calculate ചെയ്യുക. MCD plus MDC by L. MCD, MDC value already നമ്മൾ compute ചെയ്ത് വെച്ചിട്ടുണ്ട്. Substitute ചെയ്യുക, simplify ചെയ്യുക. You will get HD is equal to 3EI by 8 theta C minus 3EI by 16 delta. Okay. അപ്പോൾ HA, HD values കിട്ടി. Sigma H is equal to 0 എന്ന equationൽ HA, HD value substitute ചെയ്യുക, simplify ചെയ്യുക. You will get another equation 3EI by 8 into theta B plus 3EI by 8 into theta C minus 3EI by 8 into delta is equal to minus 33.75. Put it as equation number 3. Okay. So, നമുക്ക് 3 equations കിട്ടിയിട്ടുണ്ട്. 3 unknowns ആണുള്ളത്. ഈ 3 equationsനെയും solve ചെയ്ത് കഴിഞ്ഞാൽ you will get theta B, theta C and delta. So, theta B is equal to 39.25 by EI. Then theta C is equal to minus 19.25 by EI and delta is equal to 110 divided by EI. Okay. അപ്പോൾ 3 equations solve ചെയ്ത് കഴിഞ്ഞാൽ unknowns ആയ theta B, theta C and delta calculate ചെയ്യാനായിട്ട് പറ്റും. Okay. Unknowns കിട്ടിക്കഴിഞ്ഞാൽ last step എന്തായിരുന്നു? Calculate the final moments. Already second stepൽ end momentsന്റെ equations നമ്മൾ form ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ equationsൽ unknownsന്റെ value substitute ചെയ്യുക, simplify ചെയ്യുക. You will get the final moments. So MAB
Slope deflection equation, theta b delta value substitute here, simplify here, you will get MAB. Similarly, MBA calculate here, also MBC calculate here. Similarly, MCB calculate here, MCD calculate here, and MDC calculate here. So, end moments kittikazhinjal, last step, draw the bending moment diagram. So, here is the bending moment diagram. ശ്രദ്ധിക്കുക, ഇവിടെ എ ബി എന്ന കോളത്തിൽ external load തന്നിട്ടുണ്ട്. So, എ ബി എന്ന കോളത്തിലെ bending moment diagram, difference between free moment diagram and final moment diagram. Okay. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്ന ഫ്രെയിംസിൽ കോളംസിൽ ലോഡ് ഒന്നും തന്നെ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ഫൈനൽ മൊമെന്റ് ഡയഗ്രാം മാത്രം കൺസിഡർ ചെയ്തത്. പക്ഷെ ഇവിടെ എ ബി എന്ന കോളത്തിൽ എക്സ്റ്റേണൽ ലോഡ് തന്നിട്ടുണ്ട്. സോ എ ബി എന്ന കോളത്തിലെ ഫ്രീ മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത്, എ ബി എന്ന കോളത്തിലെ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം എന്ന് പറയുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്രീ മൊമെന്റ് ഡയഗ്രാം ആൻഡ് ഫൈനൽ മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ അതാണ് എ ബി എന്ന കോളത്തിൽ ഞാൻ ഫ്രീ മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്, ഫൈനൽ മൊമെന്റ് ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അതിന്റെ ഡിഫറൻസ് ആയിരുന്നു ആക്ച്വൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫ്രെയിംസ് വിത്ത് സ്വേ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.